CPM കശ്മീരിലെ തീവ്രവാദത്തെ ന്യായീകരിക്കുകയാണോ? CPMൻ്റെ തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന രാഷ്ട്രവിരുദ്ധതാ പ്രചാരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ആരോപണമുയരുന്നു. ഈ തീവ്രവാദ സദസ്സുകൾ നിരോധിക്കണമെന്നാണ് ശ്രീ ഭാർഗവരാം ആവശ്യപ്പെടുന്നത്. പഹൽഗാം പശ്ചാത്തലത്തിൽ ഈ വരുന്ന 29-30 തീയതികളിൽ CPM ഏരിയ തലങ്ങളിൽ നടത്തുന്ന തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സദുദ്ദേശപരമല്ല. പാക് കാശ്മീരി തീവ്രവാദികൾ ഇപ്പോൾ ഉയർത്തുന്ന വാദഗതികൾക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്പോൺസേഡ് പരിപാടിയായിട്ടാണ് ഇത് ബോധ്യപ്പെടുന്നത്. PFIയുടെ പ്രചാരണ വിടവ് നികത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരിപാടിയിൽ ലക്ഷ്യമിടുന്ന പങ്കാളികളും കൂടുതൽ ജിഹാദി മനോഭാവം ഉള്ളവർ ആയിരിക്കുമെന്ന് വിലയിരുത്താവുന്നതാണ്. തീവ്രവാദ വിരുദ്ധ സദസ്സുകളുടെ ലൈൻ എന്താണെന്ന് ഇതിനകം CPM വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിൽ ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചതെന്നും വഞ്ചിക്കപ്പെട്ടു എന്ന ജനതയുടെ ചിന്തയാണ് തീവ്രവാദ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിൻ്റെ സ്വയംഭരണാവകാശം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാനാവൂ. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സാഹചര്യത്തിൽ രൂപം കൊണ്ട തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതാണ് പ്രചരണത്തിൻ്റെ മർമ്മം എന്ന് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നു. ഇതൊരു പ്രസ്താവനയോ പ്രചരണ ലൈനോ ആയി തള്ളിക്കളയേണ്ടതല്ല. ഇതിനെതിരെ ദേശവിരുദ്ധ പ്രസ്താവന എന്ന നിലയിൽ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. ഇത്തരം ന്യായീകരണ പ്രചരണങ്ങൾ അത് തീർത്തും അനവസരത്തിൽ ഇവിടുത്തെ തീവ്രവാദികൾക്ക് ഏകോപനമുണ്ടാക്കിയെടുക്കാൻ നടത്തുന്നത് നിരോധിക്കേണ്ടതാണെന്നാണ് അഭിപ്രായം. കേരള ഗവർണറും കേന്ദ്ര ആഭ്യന്തര വകുപ്പും വിവിധ ഏജൻസികളും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നതായി ഭാർഗവറാം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു.